സ്ട്രിംഗ് കമ്പാരിസണിൽ ജാവയിൽ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ഈക്വൽസും ഈക്വൽസ് ഇഗ്നോർ കേസും. ഈ രണ്ട് മെത്തേഡ്സും അല്ലെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൂളിയൻ ഔട്ട്പുട്ട് ആണ്. ബൂളിയൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അപ്പോൾ ഇതിന്റെ കമ്പാരിസൺ, അതായത് ഇപ്പോൾ രണ്ട് വാല്യൂസിന് തമ്മിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഈക്വൽസും അതെ, ഈക്വൽസ് ഇഗ്നോർ കേസും അതെ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിൽ ട്രൂ എന്നുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക, ഈക്വൽ അല്ലെന്നാണെങ്കിൽ ഫോൾസ് എന്നുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് നോക്കാം. ഓൾറെഡി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം അതിനകത്ത് ഞാനൊരു സ്ട്രിംഗ് വാല്യൂവിനെ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, സ്ട്രിംഗ് എന്നുള്ളതാണ് എൻ്റെ ഡേറ്റ ടൈപ്പ്. ഇനി ഞാനതിൽ ഫസ്റ്റ് എന്നുള്ളൊരു വേരിയബിൾ നെയിം കൊടുക്കുന്നു, ഫസ്റ്റ്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു വാല്യൂ സേവ് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് അരുൺ എന്നുള്ളൊരു നെയിമാണ്, അരുൺ. ഓക്കെ, സെമിക്കോളൻ. അടുത്തത് വേറൊരു സ്ട്രിംഗും കൂടി ഞാൻ ഡിഫൈൻ ചെയ്യാണ്, സ്ട്രിംഗ് സെക്കൻഡ് ഈക്വൽസ്, അത് ഞാൻ കുമാർ എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ രണ്ട് വേരിയബിള്, രണ്ടും സ്ട്രിംഗ് വേരിയബിൾസ് ആണ്. രണ്ടിലും ഞാൻ വാല്യൂ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം സ്ട്രിംഗ് വേരിയബിൾ എപ്പോഴും നമ്മൾ കോട്സിലാണ് വാല്യൂ, ഡബിൾ കോട്സിലാണ് നമ്മുടെ വാല്യൂ നമ്മൾ സേവ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനിയാണ് നമുക്ക് ആ ഈക്വൽസ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്നത് എനിക്ക് ഫസ്റ്റും സെക്കൻഡും വേരിയബിൾസിന്, അതായത് രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് എന്ന് ആദ്യം ചെയ്ത്, അതാണ് എൻ്റെ ആദ്യത്തെ സ്ട്രിങ്, ഡോട്ട്. അങ്ങനെ ഒരു സ്ട്രിംഗ് വേരിയബിൾ കൊടുത്ത് നിങ്ങൾ ഡോട്ട് അടിക്കുമ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ മെത്തേഡുകളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വേണ്ടത് ഈക്വൽസ് ആണ്. സോ നമ്മൾ അതിൽ നിന്ന് ഈക്വൽസ് സെലക്ട് ചെയ്യുന്നു. കേട്ടോ, ഈക്വൽസ് ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, സെക്കൻഡുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് ഈക്വൽ സെക്കൻഡ് ആണോ എന്നുള്ളത്. ഇനി ഇതിന് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം. അതിലും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് അതിന് ഞാൻ വേറൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ റിസൾട്ട് എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു ബൂളിയൻ ഔട്ട്പുട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒരു ബൂളിയൻ വേരിയബിളിലേക്കാണ് സേവ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ആ ബൂളിയൻ വേരിയബിളിന്റെ പേര് റിസൾട്ട് എന്നാണ്. റിസൾട്ടിലേക്ക് ഞാൻ ഈ ഫസ്റ്റും സെക്കൻഡും കൂടി ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ റിസൾട്ട് എന്നുള്ള വേരിയബിളിലേക്ക് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ സിസ് ഔട്ടിനകത്ത് ഞാൻ ഈ റിസൾട്ട് കൊടുക്കണം. ഓക്കെ, സേവ് ചെയ്തോട്ടെ, ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഫാൾസ് എന്നാണ് വന്നത്. കാര്യം എന്താണ്, ഫസ്റ്റും സെക്കൻഡും ഈക്വൽ അല്ല അല്ലേ, രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റിലും സെക്കൻഡിലും ഇരിക്കുന്നത്. അതാണ് എനിക്ക് ഫാൾസ് എന്നുള്ളത് കിട്ടിയത്. ഇനി ഞാൻ ഇതിനകത്ത് അരുൺ തന്നെ കൊടുക്കാണ്, ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പൊ ട്രൂ ആയി. ഓക്കെ, അപ്പോൾ രണ്ടും ഈക്വൽ ആയപ്പോഴത്തേക്ക് ട്രൂ ആയി. അപ്പൊ ഇതാണ് നമ്മുടെ ഈക്വൽസ് മെത്തേഡിന്റെ ബെനിഫിറ്റ്. നമുക്ക് രണ്ട് വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. സ്ട്രിംഗ് വാല്യൂസിന്, ഫസ്റ്റും സെക്കൻഡും സ്ട്രിംഗ് വാല്യൂസിനെ നമ്മൾ കമ്പയർ ചെയ്തതാണ് ഈക്വൽസ് എന്നുള്ള മെത്തേഡ് വെച്ചിട്ട്. ഇനി എന്താണ് ഈക്വൽസ് ഇഗ്നോർ കേസ്? ഈക്വൽസ് ഇഗ്നോർ കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇത് ഭയങ്കര കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. അതായത് ഇപ്പോൾ ഞാൻ ഈ അരുൺ എന്നുള്ളത് ക്യാപിറ്റൽ ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ടും അരുൺ തന്നെയാണ്, പക്ഷെ ഞാൻ ഇത് എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റലും, ഇത് ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മോളും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനത് എക്സിക്യൂട്ട് ചെയ്താൽ ഇതിന്റെ റിസൾട്ട് എനിക്ക് ഫാൾസേ കിട്ടിട്ടുള്ളൂ. കാരണം ഈക്വൽസിന് കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് കേസുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ചില സിറ്റുവേഷനിൽ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് എല്ലാം ഒരേ കേസിലാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കേസിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അത് ക്യാപിറ്റൽ ആകാം, ചിലപ്പോൾ അത് ഒരു സ്മോൾ ലെറ്ററിൽ ആഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈക്വൽസ് ഇഗ്നോർ കേസ് ഉള്ളത്. അപ്പൊ ഇവിടെ ഈക്വൽസിന് പകരം ഞാൻ ഇഗ്നോർ കേസ് കൊടുക്കാണ്, ഇഗ്നോർ കേസ്. ഓക്കെ, എന്നിട്ട് ഞാൻ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ഇപ്പോഴും എൻ്റെ ആദ്യത്തെ സ്മോളും രണ്ടാമത്തെ എന്ന് പറയുന്നത് ക്യാപിറ്റലുമാണ്. ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. കണ്ടോ, എനിക്കിപ്പോൾ ട്രൂ എന്നാണ് റിസൾട്ട് കിട്ടിയത്. കാര്യം എന്താണ്, ഈക്വൽ ഇഗ്നോർ കേസ് ആണ് നമ്മൾ കൊടുത്തത് അല്ലെ. കാര്യം ഈ രണ്ടും ഇഗ്നോർ ചെയ്ത് കളയും, രണ്ടിന്റെ കേസിന് ഇഗ്നോർ ചെയ്തിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ എനിക്ക് ട്രൂ എന്നുള്ള റിസൾട്ട് തന്നെ കിട്ടും. ഇനി ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ കൊടുത്താൽ ഇവിടെയും നമുക്ക് റിസൾട്ട് റോങ് ആയിരിക്കും, മീൻസ് ഫാൾസ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ആണോ? പക്ഷെ ഒരേ കാര്യങ്ങൾക്ക് രണ്ട് കേസിൽ നിങ്ങൾ കൊടുത്ത ക്യാപിറ്റലും സ്മോൾ ലെറ്ററും ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ അങ്ങനെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈക്വൽസ് ഇഗ്നോർ കേസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ,
അപ്പൊ ഇതാണ് ഈ രണ്ട് എന്താ മെത്തേഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷെ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കമ്പാരിസൺ യൂസ് ചെയ്യുന്നതാണ്. രണ്ട് വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് അത് എടുക്കുന്നത്. അതിന്റെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബൂളിയൻ ഔട്ട്പുട്ടിലാണ്. ഇനി അതിനെ എന്താണ് നമുക്ക് ആകെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി, ആ കേസിനെ ഇഗ്നോർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഈക്വൽസും, അല്ല കേസ് ഇഗ്നോർ ചെയ്യേണ്ട അങ്ങനെ തന്നെ ആ കേസ് ഫസ്റ്റ് ലെറ്റർ അങ്ങനെ തന്നെ വേണം, സെക്കൻഡ് ലെറ്റർ ഇങ്ങനെ തന്നെ വേണം, അത്രയ്ക്ക് പെർഫെക്റ്റ് കമ്പാരിസൺ നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ളിടത്ത് ഈക്വൽസും ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ബൂളിയനിലേക്ക് ഈ റിസൾട്ട് ഡയറക്റ്റ് സേവ് ചെയ്യണ്ട, ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, ബൂളിയനിലേക്ക് സേവ് ചെയ്യണ്ട, ഞങ്ങൾക്ക് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ് ഔട്ടിന്റെ ഉള്ളിൽ സിസ് ഔട്ട് അടിക്കാം. സിസ് ഔട്ടിന്റെ ഉള്ളില് ഫസ്റ്റ് ഉണ്ടോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതാണല്ലോ നമ്മുടെ കമ്പാരിസൺ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ഡോട്ട് ഈക്വൽസ് സെക്കൻഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡോട്ട് ഈക്വൽസ് ഇഗ്നോർ കേസ് എന്നുള്ള ഇതിനെ നിങ്ങൾ ഈ സിസ് ഔട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് സേവ് ചെയ്താൽ മതി. അപ്പോഴും നിങ്ങൾക്ക് ഇതേ റിസൾട്ട് കിട്ടും. പക്ഷെ റൈറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്തിട്ട് ആ വേരിയബിളിനെ പ്രിന്റ് ചെയ്യുന്നതാണ് റൈറ്റ് അപ്രോച്ച്.